ആ എന്തത് സംഭവം ഇത്? കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് വളരെയധികം വിങ്ങൽ തോന്നുന്ന ഒരു കാര്യമാണ്. 2 ആഴ്ച മുമ്പാണ് ശ്രുതിയും ജെൻസനും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. ആ സമയം കാർ ഓടിച്ചിരുന്നത് ജെൻസൺ ആയിരുന്നു. വണ്ടി ഓടിച്ചപ്പോൾ പുള്ളി ഒരു ബസ്സിനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ കയറി ആക്സിഡൻ്റായി. ആ കാറിൽ അവരെ കൂടാതെ അവരുടെ കുടുംബക്കാരും ഉണ്ടായിരുന്നു. പക്ഷേ ജെൻസൺ മാത്രമാണ് മരണപ്പെട്ടത്. ബാക്കിയുള്ളവർ സാരമായ പരുക്കുകളോടെ രക്ഷപ്പെട്ടു. ശ്രുതി 2 ദിവസം ICUവിൽ ആയിരുന്നു. 2 ദിവസം കഴിഞ്ഞാണ് ശ്രുതി കണ്ണ് തുറക്കുന്നത്. ഈ ആക്സിഡൻറ്റിൽ ഏറ്റവും നഷ്ടമുണ്ടായത് ശ്രുതിക്കാണ്. വയനാട്ടിലെ ദുരന്തത്തിൽ അച്ഛനെയും അമ്മയെയും ശ്രുതിക്ക് നഷ്ടപ്പെട്ടു. ആ സമയം ശ്രുതിക്ക് ആകെ താങ്ങും തണലുമായത് ജെൻസനായിരുന്നു. അങ്ങനെയുള്ള ജെൻസനെയാണ് ശ്രുതിക്ക് ആക്സിഡൻറ്റിൽ നഷ്ടമായത്. ശ്രുതി ജെൻസനെ അച്ചായ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഈ വിവരം അറിഞ്ഞവർക്കെല്ലാം ശ്രുതിയെക്കുറിച്ച് ഓർത്തിട്ട് വളരെയധികം സങ്കടമായിരുന്നു. അവൾ അതെങ്ങനെ സർവൈവ് ചെയ്യും, ഇനി മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ എല്ലാവരും സങ്കടപ്പെട്ടു. സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി വരെ പറഞ്ഞിരുന്നു ശ്രുതിക്കെല്ലാം നേരിടേണ്ട ക്ഷമ കിട്ടട്ടെ എന്ന്. 2 ദിവസം ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ശ്രുതി ആദ്യം അറിയുന്നത് ജെൻസൻ്റെ മരണവാർത്തയാണ്. എല്ലാവരും കരുതി ശ്രുതി പൊട്ടി തകർന്നു പോകുമെന്ന്. പക്ഷേ ശ്രുതി റിയാലിറ്റിയെ നല്ല രീതിയിൽ തന്നെ ആക്സെപ്റ്റ് ചെയ്തു. തൻ്റെ മനസാന്നിധ്യം നഷ്ടപ്പെടാതെ ശ്രുതി പിടിച്ചു നിന്നു. അങ്ങനെ ശ്രുതിക്ക് പുതിയൊരു വീട് ഓഫർ ചെയ്ത് 2 പേര് രംഗത്ത് വന്നു. ശ്രുതി അത് സ്വീകരിക്കുകയും ചെയ്തു. തറക്കല്ലിടുമ്പോൾ കാണാൻ അവർ ശ്രുതിയെ ക്ഷണിച്ചു. അതിൻ്റെ വീഡിയോ കണ്ടിട്ട് നമ്മൾക്ക് തിരിച്ചു വരാം. ഇതിനിടയിൽ പലതരം കമൻറ്റുകളും കാണാനായിട്ട് ഇടയായി. നല്ല കമൻറ്റുകൾ വളരെയധികം ഉണ്ടെങ്കിലും ചുരുക്കം ചില മോശപ്പെട്ട കമൻറ്റുകളും ഉണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോഴേക്കും വിഷമം തോന്നുന്നു. മിക്കവർക്കും ഇല്ലാത്ത മനക്കരുത്ത് ആ കുട്ടിക്ക് ദൈവം നൽകിയിട്ടുണ്ട്. ഒന്നിനു പുറമെ ഒന്നായി അനേകം ദുരന്തങ്ങളാണ് ആ കുട്ടിക്ക് സംഭവിച്ചത്. ഉള്ളിൽ കനൽ കത്തുമ്പോഴും പുറമെ ചിരിക്കുകയാണ് ആ പാവം കുട്ടി. ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് ഒരു പെണ്ണിനെ കുറ്റം പറഞ്ഞ് കുത്തി നോയിക്കുന്നവർ ധാരാളം പേര് ഉണ്ട്. നല്ല കമൻസ് ഇടുന്ന കുറേ പേരെങ്കിലും ഉണ്ട്. അതിനിടെ ശ്രുതി 24 ന്യൂസിന് നൽകിയ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് വരാം. ആ എന്തത് സംഭവം? അനുസരിച്ച് ഒരു ഏറ്റവും നല്ല ഡിസൈനിങ് ആണ് ഈ ചെയ്തിരിക്കുന്നത്. ഭാവിയിലാണെങ്കിലും മെനക്കെടുത്തിട്ടൊക്കെ രീതിയിലുള്ള സൗകര്യം കഴിഞ്ഞ് നേരെ വളരെയധികം മനസാന്നിധ്യത്തോടു കൂടെ തന്നെ ശ്രുതി വളരെ പ്രാക്ടിക്കലായിട്ട് മുമ്പോട്ടുള്ള ജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കുറച്ച് ഭാഗങ്ങൾ കൂടി കണ്ടിട്ട് തിരിച്ചു വരാം. കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാനുണ്ട് എന്ന് ശ്രുതി മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് അല്ലേ ശ്രുതി? സത്യം പറഞ്ഞാൽ ചായന്റെ മരണം അറിഞ്ഞ ശേഷം ഞാൻ ഉണ്ടാവില്ല, എനിക്കും മരിക്കണം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പിന്നെ കുറെ ആലോചിച്ചപ്പം
ആരും കൗൺസിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരെ ആവില്ല. ഞാൻ തന്നെ സ്വന്തം തീരുമാനം എടുക്കണം. അങ്ങനെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിച്ചപ്പോൾ ഒരു തീരുമാനം. ലാസ്റ്റായിട്ട് ഇച്ചാൻ ആക്സിഡന്റ് ആയ സമയത്ത് നേരെ മുഖം തിരിഞ്ഞിരിക്കുന്നത് എന്നെ നോക്കിയും കൊണ്ടാണ്. അവസാനമായിട്ട് നോക്കി. അപ്പൊ എന്റെ മേലെ എല്ലാം ഇച്ചാന്റെ ഉത്തരവാദിത്തങ്ങൾ മൊത്തം എനിക്ക് തന്നിട്ടാണ് ഇച്ചാൻ പോയിരിക്കുന്നത്, എന്നെ വിശ്വസിച്ചിട്ട്. അപ്പോ എന്റെ ഇച്ചാന്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കണം, മുന്നോട്ട് പോകണം. ഏറ്റവും ആഗ്രഹമാണ് ബിസിനസ്. അതെനിക്ക് മുന്നോട്ട് നല്ല രീതിക്ക് തന്നെ അറിയപ്പെടുന്ന രീതിക്ക് തന്നെ ആക്കണം നല്ല ആഗ്രഹമുണ്ട്. അതൊക്കെ ചെയ്യണമെന്ന് അത് ആ ഒരു ഉറപ്പിലാണ് ഇനി മുന്നോട്ട് ജീവിക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്തത്. ശ്രുതിയുടെ ജീവിതം നോക്കുമ്പോൾ അതായത് സന്തോഷം വരുന്ന സമയത്തിന് തൊട്ട് പിന്നാലെയാണ് ദുരന്തം ഉണ്ടായത്. ഇപ്പൊ രണ്ട് കാര്യത്തിൽ, ഇപ്പോ വിവാഹ നിശ്ചയം കഴിയുന്നു, ഗൃഹപ്രവേശം കഴിയുന്നു, അല്ല അത് കഴിയുമ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു, അതിനുശേഷം ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ വിശ്വാസവും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയമാണ് അല്ലെ? ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ, എനിക്കറിയില്ല ശ്രുതിക്ക് ദൈവവിശ്വാസമുള്ള ആളാണോ ശ്രുതി? ഉണ്ടായിരുന്നു, നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവം എവിടെയെന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് ദൈവത്തിനോട്. കാരണം എനിക്ക് കൂട്ടായിട്ട് അച്ഛനും അമ്മയും അനിയത്തി എല്ലാവരും പോയപ്പോ, കുടുംബങ്ങൾ മൊത്തം പോയപ്പോഴും എന്റെ ഇച്ചാൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ക്യാമ്പിലാണെങ്കിൽ പോലും എന്റെ ഒപ്പം. അതും ആ ക്യാമ്പിൽ നിൽക്കാനുള്ള പെർമിഷൻ ഇല്ല. കളക്ടറിന്റെ അടുത്ത് പോയിട്ട് അത്രയും വെയിറ്റ് ചെയ്ത് പെർമിഷനൊക്കെ മേടിച്ച് വന്നിട്ടാണ് എന്റെ കൂടെ ക്യാമ്പിൽ 10-20 ദിവസം നിന്നത് എന്റെ കൂടെ. ശ്രുതി ആലോചിക്കുകയാണ്, എന്താണ് ദൈവം എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? ദൈവം എന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ പലവട്ടം ആലോചിക്കുന്നുണ്ട്. കാരണം ഞങ്ങള് നടക്കുന്നത് ആർക്കും ഇഷ്ടാവില്ല, ദൈവത്തിന് പോലും ഇഷ്ടപ്പെടാത്ത കൊണ്ടാവാം ദൈവം എന്നെ ഇച്ചാനും വീട്ടുകാരും ഒക്കെ കൂടെ പറഞ്ഞു. ശ്രുതിയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ മേലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെടുന്ന കാര്യമാണ് ശ്രുതിയുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായിട്ട് ദുരന്തങ്ങൾ, വയനാട് ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ തുടങ്ങിയപ്പോൾ തന്നെ നഷ്ടപ്പെട്ട കണക്കുകൾ ഏറെയാണ്. അപ്പോൾ ഇതേ ചോദ്യമാണ് മറ്റു പലവർക്കും, എല്ലാം നഷ്ടപ്പെട്ടു ഉരുൾപൊട്ടലിൽ പെട്ടവർക്കും ചോദിക്കുവാനുള്ളത്. എന്തൊക്കെയാണെങ്കിലും റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള മനക്കരുത്തും തൻ്റെ ഇടവും ധൈര്യവും ഈശ്വരൻ്റെ അനുഗ്രഹവുമൊക്കെ ശ്രുതിക്ക് ഉണ്ടാകട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇതിനെക്കുറിച്ചിട്ടുള്ള സോഷ്യൽ മീഡിയയിലുള്ള വാർത്തകൾ കണ്ടപ്പോൾ തന്നെ മനസ്സിനെ വല്ലാതെ ഉലച്ചൊരു സംഭവമായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഇതൊരു പ്രസക്തമായിട്ടുള്ളൊരു ടോപ്പിക്കാണെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ജീവിതത്തിൽ പലതരം പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ദുരന്തങ്ങളുമൊക്കെയാണ് ഓരോ ആളുകൾക്ക് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ അതിൽ നിന്നുമൊക്കെ കയറുവാനായിട്ടും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ശക്തി ഈശ്വരൻ ഇവർക്ക് നൽകട്ടെ. ഇതുപോലുള്ള വേറൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കണ്ടില്ലേ? എന്താ സംഭവം?